എന്റെ കുടുംബത്തോടും എന്നോടും സ്നേഹവും കൂറുമുള്ള പെണ്ണ. എന്റെ വാക്കുകൾ നിന്റെ മനസ്സിനെ തളർത്തുന്നുണ്ടാവുമെന്നും എനിക്കറിയാം. ഇനിയും നീ കാരണം എന്റെ കുടുംബത്തിന് ഒരു ദ്രോഹവും ഉണ്ടാകില്ലെന്നും എനിക്ക് വിശ്വാസം. ശരി, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു കല്യാണി. ഇനി നിനക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാ നീ പറയ്. ശരി, ഒന്നും പറയാനില്ലെങ്കിൽ നമുക്ക് പോവാം. നാളെ കല്യാണമല്ലേ, രാവിലെ നേരത്തെ എഴുന്നേക്കാനുള്ളതാ. മാത്രമല്ല, ഈ അർദ്ധരാത്രി നിന്നെ കണ്ടില്ലെങ്കിൽ ദാസേട്ടനാകെ വിഷമിക്കും. കല്യാണി, എന്റെ മകൻ ആനന്ദിന്റെ മനസ്സിൽ ഒരു പെണ്ണുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? അത് നീയാ. അതുകൊണ്ടാ നിന്നോട് എല്ലാ കാര്യവും പറഞ്ഞത്. നാളെ എന്താ നടക്കാൻ പോകുന്നതെന്ന് നീ തീരുമാനിക്കുന്നത് പോലെ ഇരിക്കും. നാളെ 2 കല്യാണവും നല്ലതുപോലെ നടക്കണം. ഇല്ലെങ്കിൽ കല്യാണത്തിന് വന്നവർക്ക് എന്റെ ശവമടക്ക് കൂടി കണ്ടിട്ട് പോവേണ്ടി വരും. അതെ കല്യാണി, ദേ അവിടെ തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി ചന്ദനമുട്ടിയിൽ എരിഞ്ഞമരും. പോവാം. ചേച്ചി, കല്യാണി, ചേച്ചി, കല്യാണി, കല്യാണി, കല്യാണി. ചേച്ചി, ചേച്ചി എടീക്ക്. മോളെ കല്യാണി, 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 ചേച്ചി, കല്യാണി, 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 കണ്ണു തുറക്ക് കല്യാണി, 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 ചേച്ചി, കല്യാണി, 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 ചേച്ചി, കല്യാണി, കല്യാണി, കല്യാണി. എന്തു പറ്റി ചേച്ചി? അരവിന്ദേ, ആംബുലൻസ് വിളിക്ക്. പോയി കല്യാണിക്ക് എങ്ങനെയുണ്ടെന്ന് നോക്ക്. കല്യാണിക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ല. ചെല്ല, അവളെ ജീവനോട് വേണം എനിക്ക്. എന്തുപറ്റി?
അറിയില്ല ഡോക്ടർ, പെട്ടെന്ന് കുഴഞ്ഞു വീണ് ബോധം പോവായിരുന്നു. ഡോക്ടർ പ്ലീസ് ഒന്ന് വേഗം. അകത്തേക്ക് കൊണ്ടുവരും. എന്തായി? കാഷ്വാലിറ്റിക്ക് കയറ്റിയതുള്ളൂ അച്ഛാ. ദാസ് എവിടെ? ദാസ് സാർ ഞാനൊന്നും അറിഞ്ഞിരുന്നില്ല. എന്നോട് പൊറുക്കണം. കൗമാരത്തിന്റെ അടുത്തിയാട്ടം അത്രയും ഞാൻ കരുതിയുള്ളൂ. വിവാഹം കഴിക്കാൻ എല്ലാം ശരിയാവുമെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷേ വലിയ കുഞ്ഞു കെട്ടിയ താലിയുമായിട്ടാണ് അവൾ അഭിനയിച്ചെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്നെ നശിച്ച മകള് കാരണം മാഡം ആത്മഹത്യക്ക് വരെ ശ്രമിക്കേണ്ടി വന്നു. ആ പാപത്തിന് ഞാൻ കാരണക്കാരനായി. ഓർക്കണം സാർ, എന്നോട് ക്ഷമിക്കണം. എന്താ ദാസ് എനിക്ക്? എത്ര ജന്മം എടുത്താൽ കഴിയും സാർ ഈ പാപക്കറി എനിക്ക് കഴുകിക്കളയാൻ? അതൊന്നുമല്ല ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം. കല്യാണിയുടെ ജീവന. ആ ജീവൻ ആപത്ത് വരാതിരിക്കാൻ പ്രാർത്ഥിക്കുകയല്ലേ വേണ്ടത്. ബാക്കിയൊക്കെ പിന്നെ സംസാരിക്കാം. എന്തെങ്കിലും അത്യാവശ്യമായിരിക്കും. ഇനിയിപ്പോ അടുക്കളക്കാരി എങ്ങാനും. വിലാസിനെ അങ്ങോട്ട് മാറി നിൽക്കേ. ഹലോ അഖില, ഞാൻ എത്ര നേരമായി ട്രൈ ചെയ്യുന്നു. നീ എന്താ ഫോൺ എടുക്കാത്ത? കൃഷ്ണേട്ടൻ പറയ്, കല്യാണിക്ക് എങ്ങനെയുണ്ട്? അഖില, എങ്ങനെയും കല്യാണിയുടെ ജീവൻ രക്ഷിക്കണമെന്ന് പറഞ്ഞല്ലേ നീ എന്നെ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വെച്ചത്. പക്ഷേ ഇപ്പൊ ഞാൻ പറയുന്നത് കേട്ട് പെട്ടെന്നൊരു മറുപടിയോ തീരുമാനം എടുക്കരുത്. മനസ്സിലായില്ല. കാര്യം എന്താന്ന് വ്യക്തമായിട്ട് പറഞ്ഞോളൂ. ഡോക്ടർ എന്താ പറഞ്ഞേ? കല്യാണി വിഷം കഴിച്ചിരുന്നു. ഇനി ജീവിക്കണ്ടെന്ന് കരുതി തന്നെയാ കല്യാണി വിഷം കഴിച്ചത്. അതും ഓവർഡോസ്. അവളുടെ ഉള്ളിൽ വലിയ അളവിൽ വിഷം കടന്നിട്ടുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അഖില ടെൻഷനിലായല്ലോ. എന്തായിരിക്കും വന്നു ചേരുന്ന വാർത്ത? കല്യാണി ചത്തോ? കല്യാണിയുടെ അവസ്ഥ വളരെ ക്രിട്ടിക്കലാണ്. ഇതുവരെ ബോധം വേണ്ടിയിട്ടില്ല. മെഡിസിനോട് ശരീരം പ്രതികരിക്കാത്ത സ്ഥിതിക്ക് ഡോക്ടർമാർ പറയുന്നത് 6 മണിക്കൂറിന് ശേഷമേ. ഞാൻ പോയി ഡോക്ടറെ കണ്ടിരുന്നു. എന്നോടെല്ലാം വിശദമായി പറഞ്ഞു. എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുന്ന മറുപടിയാണ് ഡോക്ടർ തന്നത്. അവസാനം ബന്ധുക്കളെ അറിയിക്കാനാണ് ഡോക്ടർ പറഞ്ഞത്. മൈ ഗോഡ്, അങ്ങനെ പറഞ്ഞു? ഇനി ഒരു പ്രതീക്ഷയുള്ളൂ അഖില. നീ വന്ന് അവളെ ഒന്ന് കണ്ടാൽ
ഒരുപക്ഷെ കല്യാണിയിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവുമെന്ന് മനസ്സ് പറയുന്നു. നോ, ദാറ്റ്സ് ഇമ്പോസിബിൾ. അഖില, നീ വേഗം ഹോസ്പിറ്റലിലേക്ക് വാ, ഒന്ന് കാണാം. നോ കൃഷ്ണേട്ടാ, ഞാൻ കല്യാണി വന്ന് കാണില്ല. എനിക്കതിന് താല്പര്യമില്ല. അഖില കല്യാണിയെ കാണാൻ പോണോന്നു ഈ ശിവരാമേട്ടൻ എന്താ ഭ്രാന്ത് പിടിച്ചു? കഷ്ടം തന്നെ. ശ്ശെ. അവള് എന്നോടും കുടുംബത്തോടും കാണിച്ച ദ്രോഹങ്ങളെല്ലാം കൃഷ്ണേട്ട മറന്നിട്ടുണ്ടാവും. പക്ഷെ എനിക്കത് പറ്റില്ല കൃഷ്ണേട്ടാ. ഞാൻ വരില്ല അവിടെ. അവള് ദ്രോഹിയാ. എന്നോട് പൊറുക്കാനാവാത്ത ദ്രോഹം ചെയ്ത ലോകത്തിലെ ഏക സ്ത്രീജന്മ അവള്. എന്റെ വിശ്വാസം തകർത്തത് അവളാ. സോറി കൃഷ്ണേട്ടാ, ഞാൻ വരില്ല. കൃഷ്ണേട്ടന് മനസ്സിലായോ? അവളെ ഞാൻ വന്ന് കാണില്ല. പക്ഷേ അവളുടെ ജീവൻ നമുക്ക് രക്ഷിക്കണം. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാൻ നോക്കൂ. ഞാൻ ഫോൺ വെക്കാം. എന്തൊക്കെയായാലും ഒരാൾ മരണം കാത്തു കിടക്കുമ്പോ ദേഷ്യം വൈരാഗ്യം കാണിക്കുന്നത് തെറ്റല്ലേ? ആയിരിക്കാം. ഇനിയിപ്പൊ കൃഷ്ണേട്ടൻ എന്തു പറഞ്ഞാലും അവിടേക്ക് ഞാൻ വരില്ല. എനിക്കവളെ കാണാൻ വേണ്ട. എന്റെ ചേച്ചിയെ രക്ഷിക്കണം. അമ്മ ഒന്ന് ആശുപത്രിയിലോട്ട് വരുമോ? അല്ലെങ്കിൽ എന്റെ ചേച്ചി മരിച്ചു, അതുകൊണ്ടാ. അമ്മയില്ലാതെ വളർന്നവനാ ഞാൻ. അമ്മയെ കണ്ടൊരു ഓർമ്മ പോലും എനിക്കില്ല. പക്ഷെ ഇന്നും എനിക്കെന്റെ ചേച്ചിയായിരുന്നു അമ്മയുടെ സ്ഥാനത്ത്. സ്കൂളിൽ എല്ലാരും അവരവരുടെ അമ്മമാരെ കുറിച്ച് പറയുമ്പോ ഞാൻ എന്റെ ചേച്ചിയെ കുറിച്ചാ പറയണേ. എന്റെ ചേച്ചിക്ക് എന്തായാലും സംഭവിച്ച എനിക്ക് പിന്നെ ആരും ഇല്ല അമ്മ ഈ ലോകത്ത്. എനിക്കെന്റെ ചേച്ചി ജീവനോടെ വേണം. അമ്മ ഒന്ന് ആശുപത്രിയിലോട്ട് വരുമോ പ്ലീസ്? അമ്മ വന്ന് വിളിച്ച എന്റെ ചേച്ചി ഉണരും. പ്ലീസ് അമ്മേ, എനിക്കെന്റെ ചേച്ചി തിരികെ വേണം. പറയേണ്ടി. എവിടെയാ പ്രിയങ്കേ? അകത്തല്ല ആന്റി, പുറത്താ. സ്റ്റേഷനിൽ നിന്ന് വക്കീല് വന്ന് ഇറക്കി. ഓ, കേസ് കോടതിയിൽ പോവും. അപ്പൊ നോക്കാം. ഏതൊരു കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഞാനൊരു മുൻകരുതൽ എടുക്കാറുണ്ട്. പലപ്പോഴും അതെനിക്ക് രക്ഷയായിട്ടുമുണ്ട്. നാഗമടത്ത് പ്രിയങ്കയെ നാഗദൈവങ്ങളെ കൈവിടില്ല ആന്റി. ജാമ്യം കിട്ടി നേരെ വന്നതേ പരദേവതകളുടെ അടുത്തേക്കാ. വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാ ആന്റിയുടെ കോൾ. ഓ സന്തോഷം. യോ, ഞാൻ പേടിച്ചു പേടിച്ചാ വിളിച്ചത്. ആ അത് വിട്. ഇപ്പൊ ഞാൻ നിന്നോടൊരു സന്തോഷ വാർത്ത പറയാനാ വിളിച്ചത്. എന്ത് സന്തോഷം? ആനന്ദിന്റെയും ഗംഗയുടെയും കല്യാണം നടന്നിരുന്നെങ്കിൽ ഓക്കെ, അതൊരു സന്തോഷ വാർത്തയായിരുന്നേനെ. അറിയാം. എന്നാലും ആ കല്യാണി ചാകാൻ കിടക്കുന്നു പറഞ്ഞാൽ നിനക്ക് സന്തോഷാവില്ലേ? കല്യാണി ചാവാൻ പോകുന്നോ? ആന്റി എന്തൊക്കെയാ പറയുന്നത്? അതേ പ്രിയങ്കേ, സത്യം. ആ അഖില ചാകൂന്ന് കരുതിയപ്പോ അടുക്കളക്കാരി ചാകാൻ പോകുന്നു. നീ മണ്ഡപത്തിന്ന് പോയതിനു ശേഷം അവിടെ എന്തൊക്കെയാ നടന്നെന്ന് അറിയണ്ടേ നിനക്ക്? അറിയണം, പറയാൻറ്റി. അതെ, നീ അവിടെ നിന്ന് പോയതിനു ശേഷം ആനന്ദ് അവിടേക്ക് വന്നു. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി സിംഹപ്രതാപിയായിരുന്നു. എന്റെ വാക്കുകൾ ധിക്കരിക്കാൻ ബിസിനസ് രംഗത്തായാലും തറവാട്ടിലായാലും ആരും ധൈര്യപ്പെട്ടിരുന്നില്ല. അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് മാത്രം നിന്നിട്ടുള്ള ഈ എന്നെ അപമാനിച്ച് തല കുനിക്കാൻ പാകത്തിലാക്കിയിട്ട് നീ ഇവിടെ വന്ന് ഒന്നും അറിയാത്ത പോലെ കിടക്കുകയാണല്ലേ?
എന്നും എന്റെ കണ്ണെത്തും ദൂരത്ത് നിന്ന് ഞാൻ മനസ്സിൽ കാണുന്നത് പറയാതെ തന്നെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന എന്റെ ആനന്ദ് നിനക്ക് വേണ്ടി എന്റെ വാക്കുകൾ ആദ്യമായി ധിക്കരിച്ചു. അഖിലാണ്ടേശ്വരി, ആനന്ദിന്റെ അമ്മയായ ഈ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിക്ക് നിന്നോട് വെറുപ്പാണ്. അതെ, തീർത്താൽ തീരാത്തത്ര വെറുപ്പ്. നിനക്കറിയോ, ഇത്രയും നാളും എനിക്കത് വേണോ അമ്മേ, എനിക്കിത് കിട്ടിയേ തീരൂ എന്ന് എന്റെ ആനന്ദ് ഇതുവരെ എന്നോട് വാശി പിടിച്ചിട്ടില്ല. പക്ഷേ നിന്റെ കാര്യത്തിൽ ഇന്നാദ്യമായിട്ട് എന്റെ മോൻ എന്റെ വാക്കുകൾ ധിക്കരിച്ച് വാശി പിടിച്ചിരിക്കുന്നു. നീ അവൻ ആരോ ആണെന്നവൻ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. എന്തിനായിരുന്നു കല്യാണി ഇങ്ങനെയൊക്കെ? നീ എന്തിനാ ഇത് ചെയ്തത്? എന്റെ പിറന്നാളായിട്ട് നിന്നെ ഇങ്ങനെ കാണാനാണോ ഞാൻ ആഗ്രഹിച്ചത്? നിന്റെ മുഖം ഒന്ന് ചെറുതായിട്ട് വാടിയ പോലും അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നറിയില്ലേ നിനക്ക്? നിന്റെ പൂജ ഇതുവരെ ഞാൻ എന്നാ മുടക്കിയിട്ടുള്ളത്? എല്ലാ പൂജകളും ഒരു മുടക്കവും വരാതെ ചിട്ടയായിട്ട് ചെയ്തിട്ടില്ലേ ഞാൻ? പിന്നെന്തിനാ എന്നോടിങ്ങനെ? നിനക്ക് എങ്ങനെ മനസ്സൊന്നു കല്യാണി ഇങ്ങനെയൊക്കെ ചെയ്യാൻ? അമ്മ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഇന്നു മുതൽ ഒരു പുതിയ ജീവിതം ആരംഭിക്കാൻ തീരുമാനിച്ചല്ലായിരുന്നു നമ്മള്. നീ നിന്റെ ജീവിതം അവസാനിപ്പിച്ച് എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിട്ട് പോകുന്നു കരുതിയോ? ഇതാണോ കല്യാണി നീ എനിക്ക് തരാൻ കരുതി വെച്ച പിറന്നാൾ സമ്മാനം? നീ അങ്ങ് പോയാ നീ ഇല്ലാതെ ജീവിച്ചിരിക്കുമെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? പരസ്പരം ജീവന് തുല്യം സ്നേഹിച്ചാൽ മാത്രം അത് യഥാർത്ഥ പ്രണയമാവില്ല. ജീവൻ വെടിയേണ്ടി വന്നാലും പരസ്പരം വിട്ടുപിരിയില്ലെന്ന ഉറപ്പാ പ്രണയം. എന്തു വന്നാലും നീ ധൈര്യമായിട്ടിരിക്കുക, ഞാൻ കൂടെ ഉണ്ടെന്ന് എപ്പോഴും പറയാറില്ലേ നിന്നോട്? എന്നിട്ട് നീ എന്തിനാ കല്യാണി ഇങ്ങനെയൊക്കെ ചെയ്തത്? എനിക്ക് വേണ്ടി ജീവൻ കളയാൻ വരെ തയ്യാറായ നിനക്ക് എനിക്ക് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചില്ലായിരുന്നോ കല്യാണി? നിനക്ക് എന്നിലുള്ള വിശ്വാസം ഇത്രയേ ഉള്ളായിരുന്നോ? എന്റെ പ്രണയം സത്യമാണെങ്കിൽ നിനക്കൊന്നും സംഭവിക്കില്ല കല്യാണി. കല്യാണി ഇന്നൊരു ജീവച്ഛവം പോലെ കിടക്കാൻ കാരണം ഈ ഞാനാ. അതെ, എനിക്കവളോട് വെറുപ്പാ, തീർത്താൽ തീരാത്ത വെറുപ്പ്. ഹലോ ആന്റി, എന്തായി? പോസ്റ്റ്മോർട്ടത്തിന് കേറ്റിയോ അടുക്കളക്കാരിയെ? അത് പറയാനാ ഞാൻ വിളിച്ചത്. അവള് നമ്മുടെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചു പ്രിയങ്കെ. പൂർവാധികം ആരോഗ്യത്തോടെ അവളിപ്പോ ഐസിയുൽ നിന്നും റൂമിലേക്ക് വന്നു. അവനിപ്പോ അവക്ക് റൂമില് കാവലിരിക്കുക. ആന്റി പറയുമ്പോഴും അവൾ അത്ര വേഗം ചത്ത് ശല്യമൊഴിയില്ലാന്ന് എനിക്കറിയാമായിരുന്നു. ആമയുടെ ആയുസ് അവക്ക്. ഇനി നമ്മൾ എന്ത് ചെയ്യും പ്രിയങ്കെ? അവളെ വെള്ള പുതപ്പിച്ച് കിടത്താൻ കൊതിച്ച ഞാൻ തന്നെ അവളെ നിലവിളക്കേന്തി എതിരേൽക്കേണ്ടി വരുമെന്നായി എനിക്കിപ്പോ സംശയം. അതൊരിക്കലും സംഭവിക്കില്ല ആന്റി. വിലാസിനെ ആന്റിയോളം വരില്ലെങ്കിലും തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയെ അടുത്തുനിന്ന് അറിയുന്ന
എന്താ നിന്റെ തീരുമാനം? അച്ഛാ, അതെ, ഇനി എന്തെന്ന്? കല്യാണി അപകടനില തരണം ചെയ്തിരിക്കുന്നു. നാളെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് ഡോക്ടറും പറഞ്ഞു. ഞാൻ പറഞ്ഞതല്ലേ ഇപ്പൊ അഖിലയോട് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ കാര്യം പറയണ്ടെന്ന്. നീ അത് കേട്ടില്ല. ഇല്ലച്ചാ, ഇനിയും വൈകിയ പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാകത്തേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ പറയും. ഇനി എന്താ നിന്റെ തീരുമാനം? അതും പുതിയൊരു പ്രശ്നം തന്നെയല്ലേ? എന്താണ്? നിനക്ക് പെട്ടെന്നൊരു ഉത്തരം പറയാൻ സാധിക്കുന്നില്ലല്ലേ? സാധിക്കില്ല, എനിക്കതറിയാം. എങ്കിൽ ഞാൻ പറയാം. ഇതിനുത്തരം നൽകാൻ ഒരാൾക്കേ കഴിയും. ഒരേ ഒരാൾക്ക്, അഖില. നീ ചെന്ന് അമ്മയൊന്ന് കാണും. അച്ഛാ, അത് അവൾക്ക് ഇതിനൊരു ഉത്തരം നൽകാൻ പറ്റും. ചെല്ല്. നിന്റെ അമ്മ എടുക്കുന്ന തീരുമാനമായിരിക്കും ആ ചോദ്യത്തിനുള്ള ഉത്തരം. അതറിഞ്ഞിട്ടേ നീ ഒരു തീരുമാനം എടുക്കാവൂ. ചെല്ലുമോനെ. നിന്നെ അഭിമുഖീകരിക്കാൻ അഖില വിമുഖത കാട്ടിയെന്ന് വരും. അത് സാരമാക്കണ്ട. കാരണം നീ ഒരു പുതിയ ജീവിതം തുടങ്ങാൻ പോവുകയാണ്. ശരി അച്ഛാ. ആ ആനന്ദ്, എന്ത് പ്രകോപനം ഉണ്ടായാലും അവൾ നിന്റെ അമ്മയാണെന്ന കാര്യം ഓർമ്മ വേണം. ഏതായാലും അറിയാനുള്ളത് അറിഞ്ഞു കഴിഞ്ഞു. ഇനി വേണ്ടത് അനുസരണയാണ്. ചെല്ല്. എന്തു പറ്റി ദാസ്? മുഖത്തൊരു വിഷമം പോലെ. എന്തിനാ ഇനി വിഷമിക്കുന്നത്? കല്യാണിക്ക് ഇനി യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലെന്ന് ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ? അതേ ദാസിട്ട, ഡോക്ടർ പേടിക്കാനൊന്നുമില്ലെന്ന് പറഞ്ഞല്ലേ? അതല്ല പ്രശ്നം. ഇനി ഇവിടെ നിന്ന് അവർ എങ്ങോട്ട് പോകും? തൃച്ചംബരത്തേക്കില്ലാന്നാ വലിയ കുഞ്ഞു പറയുന്നത്. എനിക്ക് പേടിയാകുന്നു സാർ. ദാസ്വാ, അയ്യോ, എന്തൊരു കാഴ്ച! അയ്യോ, എന്തൊരു സുഖം! ആകെ അസ്തമിച്ചുള്ള ഇരിപ്പാണ് അഖിലാണ്ടേശ്വരി. വിലാസിനി, ഇതാണ് നിനക്ക് ഇറങ്ങിക്കളിക്കാനുള്ള കോർട്ട്. ഇനിയുള്ള നിന്റെ പ്രകടനം പോലിരിക്കും എതിരാളികളുടെ തകർച്ച. എരുതീയിൽ എണ്ണ ഒഴിക്കാൻ കിട്ടുന്ന ഈ അസുലഭ അവസരം നഷ്ടപ്പെടുത്തിയാൽ അത് തീരാ നഷ്ടായി പോവും. ചെല്ല്, ചെന്ന് കുത്തി ഇളക്കാകില്ലേ? സങ്കടകാലമാണല്ലേ, എല്ലാം ഈശ്വര നിശ്ചയം. അവന്റെ തീരുമാനം മനുഷ്യ നിശ്ചയത്തിന് അതീതമാകയാൽ അത് ഉൾക്കൊള്ളുകയല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല നമുക്ക്. ഈ തൃച്ചംബരത്ത് നടന്ന പൂജാതി കർമ്മങ്ങളും ജാതക ഫലങ്ങളും പല പല സൂചനകൾ നൽകി വിളിച്ചോതിയതും ഇതുതന്നെയായിരുന്നു. കല്യാണിയാണ് ഇവിടത്തെ ആനന്ദിനോട് ചേരേണ്ടത്. അത് വിധി നിശ്ചയം. ഞാൻ പറഞ്ഞില്ലേ, മനുഷ്യന്റെ തീരുമാനങ്ങൾക്ക് അതീതമാണ് മുകളിലുള്ള ഒരാളിന്റെ തീരുമാനം. ശരിയായിരിക്കാം. ജാതകം 10-ന് 10 പൊരുത്തം പറയുമായിരിക്കും. പൂജാകർമ്മങ്ങളും ഫലം പറയലുകളും അവളുടെ നേരെയാവും സൂചനകൾ നൽകുന്നത്. പക്ഷേ തൃച്ചംബരത്തിന്റെ അന്തസ്സും പ്രൗഢിയും പാരമ്പര്യവും എച്ചിൽ പാത്രം കഴുകുന്നവളുടെ ജീവിതത്തോട് ഒരിക്കലും പൊരുത്തപ്പെടില്ല ഗുരുജി. പൊരുത്തപ്പെടാൻ സമ്മതിക്കില്ല ഈ അഖിലാണ്ടേശ്വരി.
ആനന്ദിന് ചിലപ്പോ അവളെ യോജിച്ചവളായി തോന്നാം. പക്ഷെ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി അവളെ മരുമകളായിട്ട് സ്വീകരിക്കില്ല, അത് ഉറപ്പാണ്. പ്രപഞ്ചത്തിൽ സർവകാര്യങ്ങളും വിധിഹിതമായേ നടക്കുകയുള്ളൂ. അതിനെ വാശി കൊണ്ടോ സമ്പത്ത് കൊണ്ടോ സ്വാധീനം കൊണ്ടോ ജയിച്ചിട്ടില്ല ഇന്നേവരെ ആരും. വിധി? ഏത് വിധിയുടെ കാര്യ ഗുരുജി പറയുന്നത്? എന്റെ കൂടെയുള്ള, ഞാൻ വിശ്വസിച്ച് എന്നോട് ചേർത്ത് നിർത്തിയ എന്റെ മകൻ എന്നെ ചതിക്കുക മാത്രമാ ചെയ്തേ. അതൊക്കെ വിധിയാണെന്ന് പറഞ്ഞ് സമാധാനിക്കാൻ എനിക്ക് പ്രയാസമുണ്ട് ഗുരുജി. ഐ എം വെരി സോറി. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, സംഭവിക്കാനുള്ളതെല്ലാം സംഭവിക്കുമെന്ന്. നമ്മളിനി എന്ത് ചെയ്യും? ബ്രോ കല്യാണം കൊണ്ട് ഇപ്പൊ ഇങ്ങോട്ട് എത്തും. അമ്മ ഇങ്ങനെ തുടരുകയാണെങ്കിൽ. സാർ, ഞാനേതായാലും അകത്തേക്ക് വരുന്നില്ല. മാഡത്തിന്റെ മുഖത്ത് നോക്കാനുള്ള ശക്തി എനിക്കില്ല. നോ, കല്യാണ മണ്ഡപത്തിൽ നടന്നതിനേക്കാൾ ക്രിട്ടിക്കലായ ഒരു മുഹൂർത്തമാണിത്. നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്നാലേ പറ്റൂ. അതെ ദാസേട്ടാ, അമ്മ ഒരാളേ ഉള്ളൂ മറുപക്ഷത്ത്. ഇവിടെ നമ്മൾ ചിതറിപ്പോവാൻ പാടില്ല. നമ്മൾ ഒരുമിച്ച് നിന്ന അമ്മയുടെ വീറും വാശും കുറച്ചെങ്കിലും കുറയും. ബ്രോയും കല്യാണിയും കൺമുന്നിലുണ്ടെങ്കിൽ അത് അമ്മയുടെ വൈരാഗ്യം കുറയ്ക്കുള്ളൂ. അങ്ങനെ ഒരു വിശ്വാസം എനിക്കില്ല നീ കുഞ്ഞെ. 10-26 വർഷമായിട്ട് ഞാൻ കാണുന്നത് അമ്മയടത്തിന്. അന്യായവും അനീതിയും കണ്ട പൊറുക്കാൻ ആ മനസ്സിന് കഴിയില്ല. എന്റെ മോള് കാണിച്ചത് അന്യായമാ. അതുകൊണ്ട് ദാസേ പ്ലീസ്, ന്യായവും അന്യായവും പറയേണ്ട സന്ദർഭം അല്ലത്. ആനന്ദ് എന്റെയും കൂടെ മകനാ. അഖിലെ അന്യായമായിട്ട് കാണുന്നത് എനിക്ക് ന്യായമാണെങ്കിലും ഞാനല്ലേ ദാസിന് ശമ്പളം തരുന്ന ഗൃഹനാഥൻ. അല്ല സർ, ഞാനത് ഒരതുമില്ല. അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. നോക്ക്, ഞാനൊരു കാറിന്റെ ഉടമസ്ഥനും നിങ്ങൾ അതിന്റെ ഡ്രൈവറും അല്ലിപ്പോ. കല്യാണം നടന്നു കഴിഞ്ഞ പെണ്ണിന്റെയും ചെറുക്കന്റെ അച്ഛന്മാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ബന്ധുക്കൾ. അതുകൊണ്ട് ഒരു ഇൻഫീരിയോറിറ്റി ചിന്തയും വേണ്ട. ആദ്യം നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം. ദാസ് വരൂ പ്ലീസ്. അരവിന്ദ്, ദാസേട്ട വന്നേ, നമുക്കെല്ലാം അമ്മേ, എനിക്ക് തിരിച്ചറിവ് വന്ന കാലം മുതല് ഇന്നും നഷ്ടപ്പെട്ടു പോയ അമ്മയെ തിരിച്ചു കിട്ടിയിരുന്നെങ്കിലെന്ന് ഞാൻ പലപ്പോഴും കൊതിച്ചിട്ടുണ്ട്. അമ്മയില്ലാത്ത ദുഃഖം അല്പം പോലും അറിയിക്കാതെ എന്റെ ചേച്ചി എന്നെ വളർത്തിയത്. അമ്മയ്ക്കറിയാലോ, ഒരുപാട് ഇഷ്ടാ എനിക്ക് എന്റെ ചേച്ചിയെ. ചേച്ചി വലിയ നിലയിൽ ജീവിക്കണമെന്ന് എന്റെ മോഹമായിരുന്നു. ഇപ്പോ ആ ആഗ്രഹം ദൈവങ്ങൾ നടത്തി തന്നു. രഹസ്യമായി വച്ചിരുന്ന വലിയവിന്റെയും ചേച്ചിയുടെയും കല്യാണം തൃച്ചംബരത്ത് അഖിലാമ്മയുടെ അറിഞ്ഞു. അമ്മയ്ക്കറിയാലോ, ചേച്ചി ഇപ്പോ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതാ. എനിക്ക് ഒരേ ഒരു ആഗ്രഹമുള്ളൂ അമ്മ, തൃച്ചംബരത്ത് അഖിലാമ്മയുടെ ചേച്ചിയെ മരുമകളായി സ്വീകരിക്കണം. എന്റെ അമ്മ, ഇതെനിക്കൊന്ന് സാധിച്ചു തരണം. അതിനുവേണ്ടി അമ്മ, അവരൊക്കെ ഇറങ്ങും മുമ്പ് ഞാൻ അമ്മയുടെ അടുത്തേക്ക് വന്നത്. ഞാൻ അങ്ങനെയൊന്നും അമ്മയോട് ചോദിച്ചിട്ടില്ലല്ലോ അമ്മ. ഇതെങ്കിലും എനിക്ക് നടത്തി തരണം. അച്ഛോ, നന്ദന, നിലവിള കിടക്ക്. ഇങ്ങേരിത് എന്തിനുള്ള പുറപ്പാടാ? ശരി അങ്കിൾ. ശിവരാമേട്ടാ, ശിവരാമേട്ടൻ എന്നെ
ഒരിക്കലും ഇതുപോലെ വന്ന് നിൽക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. ഈ വീട് എനിക്ക് ക്ഷേത്രമായിരുന്നു, മേഡം എനിക്ക് ദൈവവും. അതുപോലെ ദൈവമായി കണ്ടതാ ഞാൻ എന്റെ വല്യകുഞ്ഞിനെ. വല്യകുഞ്ഞിനോടുള്ള എന്റെ ഭക്തിയും സ്നേഹവും ഒക്കെ എങ്ങനെ പ്രണയമായി മാറിയെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അവനവന്റെ അർഹതയ്ക്കനുസരിച്ച് മോഹിക്കാൻ പാടുള്ളൂ. അതറിയാവുന്നതുകൊണ്ട് വല്യകുഞ്ഞിനോടുള്ള സ്നേഹം ഉള്ളിലൊതുക്കി എവിടെയെങ്കിലും പോയി ഈ ജന്മം ജീവിച്ചു തീർക്കാനാ ഞാൻ തീരുമാനിച്ചത്. ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് ഞാൻ കരുതിയതല്ല മാഡം. അമ്മയ്ക്ക് കല്യാണി എങ്ങനെ ഇഷ്ടമായിരുന്നോ അതുപോലെ തന്നെയായിരുന്നു എനിക്ക് കല്യാണിയോടുള്ള സ്നേഹം. പക്ഷെ ഞാൻ പോലും അറിയാതെ എനിക്ക് കല്യാണിയോട് പ്രണയമാണെന്ന് തെളിയിച്ചത് ദൈവങ്ങളായിരുന്നു. മതി. പണ്ട് നീ എന്റെ വയറ്റിൽ കിടന്ന കാലത്ത് നീ എന്റെ വയറ്റിൽ കിടന്നെന്നെ ചവിട്ടുമായിരുന്നു. അന്ന് നിന്റെ ചവിട്ടേൽക്കുമ്പോഴുള്ള വേദന സന്തോഷത്തോടെ ആസ്വദിക്കുമായിരുന്നു ഈ അമ്മ. പക്ഷേ ഇപ്പോ നീ അമ്മയുടെ നെഞ്ചത്ത് പുറംകാല് കൊണ്ട് ചവിട്ടി. വേദന സഹിക്കാൻ പറ്റുന്നില്ല. നീ എന്റെ മകനല്ലെന്ന് ഇന്നലെ ഞാൻ വാക്കാൽ പറഞ്ഞിരുന്നു എന്ന് വെച്ച് നിന്നെ അങ്ങ് ഉപേക്ഷിക്കാനൊന്നും എനിക്ക് പറ്റില്ലല്ലോ.